മാർച്ച് 9 നോമ്പുകാലത്തിലെ 3-ാമത്തെ ആഴ്ചയിലെ ശനിയാഴ്ച. ലൂക്ക 18 9 മുതൽ 14 വരെ വാക്യങ്ങൾ. ഒരു ബർത്ത്ഡേ ആഘോഷത്തിനിടെ ഒരു ഗ്രൂപ്പ് ഗെയിം ഉണ്ടായിരുന്നു. സംഗീതം പ്ലേ ചെയ്യുമ്പോൾ രഹസ്യ നിർദ്ദേശങ്ങൾ അടങ്ങുന്ന ഒരു കവർ ഓരോരുത്തരും കൈമാറും. സംഗീതം പെട്ടെന്ന് നിൽക്കുമ്പോൾ ആരുടെ കയ്യിലാണോ ആ കവർ ഇരിക്കുന്നത് അയാൾ അത് തുറന്ന് അതിലെഴുതിയിരിക്കുന്നത് പോലെ ചെയ്യണം. തന്നെക്കുറിച്ച് തന്നെ വളരെ മതിപ്പുണ്ടായിരുന്ന ഒരാളുടെ കയ്യിലാണ് മ്യൂസിക് നിന്നപ്പോൾ എത്തിയത്. അവൻ അത് തുറന്ന് അതിലെ ഉള്ളടക്കം വായിച്ചു. പിന്നെ വളരെ സീരിയസോടെ ചുമരിലുണ്ടായിരുന്ന വലിയ കണ്ണാടിയുടെ അടുത്തേക്ക് ചെന്ന് അതിലുള്ള സ്വന്തം പ്രതിബിംബത്തിൽ ഉച്ചത്തിൽ ചുംബിച്ചു. അയാളുടെ കയ്യിലുണ്ടായിരുന്ന പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് ഉറക്കെ വായിച്ചു. അത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന വ്യക്തിയെ ചുംബിക്കുക എന്നതാണ്. അയാൾക്ക് മറ്റൊരാളെയും തന്നേക്കാൾ വലുതായി കാണാൻ സാധിച്ചില്ല. ഇന്നത്തെ ഉപമയിലെ യേശു പറയുന്നത് സ്വന്തം നീതിയെക്കുറിച്ച് ബോധ്യമുള്ളവരോട് അവർ മറ്റുള്ളവരെ നിന്ദിക്കുന്നതിനോട് ആണ്. യേശു പറയുന്ന ഉപമ ഇതാണ്. 2 പേർ പ്രാർത്ഥിക്കാനായി ദേവാലയത്തിലേക്ക് പോയി. ഒരാൾ ഒരു ഫരിസേയനും മറ്റൊരാൾ ചുങ്കക്കാരനും. താൻ മറ്റ് പലരെക്കാളും ശ്രേഷ്ഠനാണെന്ന് ഫരിസേയൻ വിശ്വസിച്ചിരുന്നു. ദൈവം തന്നിൽ പ്രത്യേകമായി പ്രസാദിച്ചിരിക്കുന്നുവെന്നും. ഫരിസേയൻ്റെ പ്രാർത്ഥന വ്യക്തമായി കാണിക്കുന്നത് അയാൾ യാതൊരു തെറ്റും ചെയ്യാത്ത നീതിമാനായിട്ടാണ്. അവൻ തനിക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് ദൈവത്തിന് നന്ദി പോലും പറയുന്നില്ല. തൻ്റെ പാപങ്ങൾക്ക് ക്ഷമ ചോദിക്കുന്നില്ല. കാരണം താൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് അവൻ കരുതുന്നു. അവൻ്റെ പ്രാർത്ഥനയിൽ കൂടുതൽ അരോചകമായിട്ടുള്ളത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നതാണ്. മറ്റുള്ളവരെ നോക്കിക്കൊണ്ട് അവൻ സ്വയം പുകഴ്ത്തുന്നു. മറുവശത്ത് തൻ്റെ പാപം അംഗീകരിച്ച് ദൈവത്തോട് കരുണ ചോദിക്കുന്ന ചുങ്കക്കാരനെയാണ് നാം കാണുന്നത്. അവൻ സത്യം പറയുകയാണ്, ഞാൻ പാപിയായ മനുഷ്യനാണ്. ഈ മനോഭാവമാണ് യേശുവിനെ പ്രസാദിപ്പിച്ചതും ഈ മനുഷ്യൻ ഫരിസേയനേക്കാൾ ഉയർന്നവനാണ് എന്ന്, അല്ലെങ്കിൽ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു എന്ന് പറയുന്നതും. നമ്മുടെ പരിമിതികളും അതേസമയം നമ്മുടെ കഴിവുകളും തിരിച്ചറിയുകയും അംഗീകരിക്കുകയും ചെയ്യുന്നതാണ് യഥാർത്ഥ വിനയം. ആർക്കും എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമില്ല. എളിമയുള്ള ആളുകൾ മറ്റുള്ളവരുടെ ഉപദേശമോ ജ്ഞാനമോ ആവശ്യപ്പെടുന്നു, സഹായം ചോദിക്കുന്നു. നാം നമ്മെ തന്നെ താഴ്ത്തിക്കെട്ടണമെന്ന് യേശു ആഗ്രഹിക്കുന്നില്ല. എന്നാൽ നമ്മെ തന്നെ ഉയർത്തി കാണിക്കുവാനും അവൻ ആഗ്രഹിക്കുന്നില്ല. ഓരോ വ്യക്തിക്കും ദൈവം നിരവധി സമ്മാനങ്ങളും കഴിവുകളും നൽകിയിട്ടുണ്ട്. എന്നിരുന്നാലും നമുക്ക് പരിമിതികളുണ്ട്, തെറ്റുകളുണ്ട് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നാം പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ പാപങ്ങളെ ഓർത്ത്, ഹൃദയത്തിൻ്റെ പാപങ്ങളായ അഹങ്കാരം, അസൂയ, നിഗളം എന്നിവയ്ക്ക് എപ്പോഴും പാപമോചനം തേടാം. മാത്രമല്ല, നാം പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതകരമായ കൃപയ്ക്കും അതിരുകളില്ലാത്ത കരുണയ്ക്കും നന്ദി പറയാൻ ഒരിക്കലും മറക്കരുത്.
എല്ലാവർക്കും നല്ല ഒരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.